ഇപ്പോൾ CPIM വയനാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ കൂടി ചേരുന്നു. സുരേഷ്, ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് പരാതി എവിടെ എന്നായിരുന്നു. ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഐസക് താമരച്ചാലിൽ എന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഏതാണ്ട് 17 ലക്ഷം രൂപ നൽകി, അതിൽ 8 ലക്ഷം രൂപ തിരിച്ചു നൽകി, ബാക്കി കിട്ടാനുണ്ട് എന്ന് പറയുന്നു. ഈ മഞ്ഞുമലയുടെ ഒരറ്റം പോലും പൊങ്ങി വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതാണ്ട് 1.5 കോടിക്കും 2 കോടിക്കും ഇടയിലുള്ള തുക ഇവർ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയെടുത്തു. എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് പരാതി എവിടെ, അങ്ങനെ ഒരു സംഭവമില്ല, തങ്ങൾക്ക് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്ന് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ പറയുന്നുണ്ടോ സുരേഷ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് പറഞ്ഞതാണ്. അതായത് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പണം തരാം, ജോലി തിരികെ തരാമെന്നാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പണം കിട്ടാനുള്ള ആളുകൾ എല്ലാവരും കൂടി യോഗം ചേർന്ന് IC ബാലകൃഷ്ണന്റെ ഈ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അന്ന് ശ്രീമാൻ IC ബാലകൃഷ്ണന്റെ ബിനാമികൾ ഇവരെ ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ആകുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും അങ്ങനെ വന്നാൽ IC മന്ത്രിയാകുമെന്നും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടാനുള്ള ക്രമീകരണം ഉണ്ടാക്കുമെന്നാണ് ഇവരെ തടഞ്ഞു വെച്ചത്. അതിനുശേഷം പല വട്ടങ്ങളായി കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വയനാട്ടിൽ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന വാർത്ത IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പണം കിട്ടാനുള്ള 17ഓളം ആളുകളുമായിട്ട് വീടുകളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായി IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ കോൾ പരിശോധിക്കുകയും ഈ നിലക്ക് പണം വാങ്ങാനുള്ള ആളുകൾ ലിസ്റ്റ് ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്, അവരെ പോലീസ് സമീപിക്കുകയും വേണം. വലിയ റാക്കറ്റാണ്. IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയതിനു ശേഷം താഴെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വരെയുള്ള ആളുകളെ ബന്ധിപ്പിച്ചുള്ള നെറ്റ്വർക്കാണ് പണം വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ഇന്നലെ കൈരളി ഡിബേറ്റിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധിയുമെല്ലാം അങ്ങനെ പണം കൊടുക്കാറുണ്ടെങ്കിൽ പരാതി തരില്ല എന്നാണ് ചോദിച്ചത്. ഇന്നലെ വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അപ്പോഴത്തെ പത്രോസ് എന്ന് പറയുന്ന ഒരു കർഷകൻ പരാതി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി 23 ലക്ഷം രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത്. അതിനുശേഷം നിരവധി തവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളോട് സമീപിക്കുകയും എന്റെ മകന് ജോലി തരാൻ പറയുകയും ഇല്ലെങ്കിൽ പണം തിരികെ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഇപ്പോൾ ഇവരുടെ എല്ലാം പേര് വെച്ച് വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ശ്രീമാൻ IC ബാലകൃഷ്ണൻ തീർത്ത പ്രതിരോധം പൊളിയുകയാണ്. പച്ചക്കള്ളമാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയുമല്ല ശ്രീമാൻ IC ബാലകൃഷ്ണന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വയനാട് ജില്ലയിൽ 4 പതിറ്റാണ്ട് കാലം കോൺഗ്രസിനെ നയിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവായ DCC ട്രഷററായ ശ്രീമാൻ NM വിജയന്റെ മരണത്തിന് യാതൊരു വിലയും കോൺഗ്രസ് കൊടുക്കുന്നില്ല. മാത്രമല്ല ഇതിൽ പണം വാങ്ങിയിട്ടുള്ളവരെല്ലാം ബഹുഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മക്കളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കളാണ്. അങ്ങനെ കോടികൾ നഷ്ടപ്പെട്ട തങ്ങളുടെ അനുഭാവികളായിട്ടുള്ള ആളുകളോട് രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമില്ല, സതീശന് താല്പര്യമില്ല. അതേപോലെ തന്നെ 4 പതിറ്റാണ്ട് കാലം വയനാട്ടിലെ കോൺഗ്രസ് നയിച്ച NM വിജയേട്ടൻ, അദ്ദേഹത്തിന്റെ മകന്റെ വായിലേക്ക് വിഷമൊഴിച്ചു കൊടുത്ത, പരാശ്രമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു മകനാണ്, ആ മകന് വിഷമൊഴിച്ചു കൊടുത്ത് ആണ് വിജയേട്ടൻ വിഷം കഴിച്ചത്. അങ്ങനെ 2 ദാരുണാന്ത്യം ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെ തട്ടിപ്പിന്റെ ഭാഗമായി ഒരു കോൺഗ്രസ് നേതാവിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ജീവൻ കവർന്നിട്ട് പോലും മനുഷ്യത്വപരമായി പ്രതികരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലെ തീവെട്ടിക്കൊള്ളയുടെ ഭാഗമായിട്ടാണ് വയനാട്ടിലും ഇത് സംഭവിക്കുന്നത്. വയനാട്ടിൽ ഇത് അറിയാത്ത ഒരു കോൺഗ്രസ് നേതാവുമില്ല, ഒരു കോൺഗ്രസ് പ്രവർത്തകനുമില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുന്നതല്ല. രമേശ് ചെന്നിത്തലയും VD സതീശനും കണ്ണടച്ചാൽ അവർക്ക് ഇരുട്ടാവും, പക്ഷേ മലയാളികൾക്ക് ഇരുട്ടാവില്ല. കേരളത്തിൽ വളരെ ഗൗരവമേറിയ പ്രശ്നമായി ഇത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത് വയനാട്ടിലെ കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ KPCC നേതൃത്വം ഇന്നിപ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ട്. KPCC നേതൃത്വത്തിന് അയച്ച പരാതിന്റെ ഒരു കോപ്പി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ KPCC പ്രസിഡന്റ് മുതൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദീഖിന് പരാതി കൊടുത്തിട്ടുണ്ട്, ശ്രീമാൻ ഐസക് താമരച്ചാലിൽ. ഇവർ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കണ്ണികളാണ്. ഈ പരാതികളെല്ലാം കിട്ടിയിട്ട് ഇവരെന്തുകൊണ്ട് ഇത്രയും കാലം മൗനം പാലിച്ചു എന്ന പ്രശ്നം വളരെ ഗൗരവമേറിയതാണ്. വിജയേട്ടന്റെ മരണത്തോടുകൂടിയാണ് പുറത്തു വന്നെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുമ്പിൽ, വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലെല്ലാം ഈ വിഷയം ഉയർന്നു വരികയാണ്. ഇത്ര ഗൗരവമേറിയ പ്രശ്നമുണ്ടായിട്ടും വയനാടിനെ സ്നേഹിക്കുന്ന പ്രിയങ്ക ഗാന്ധി, അവർ വയനാടിന്റെ MP ആണ്. അവരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ അന്തിയോളം പണിയെടുത്ത വയനാട്ടിലെ ബത്തേരിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് വിജയേട്ടൻ. ആ വിജയേട്ടന്റെ മരണത്തിൽ അനുശോചിക്കാനുള്ള മര്യാദ പോലും വയനാട് MP കാണിക്കുന്നില്ല. അതിന് വേറൊരു കാരണമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള
സുൽത്താൻ ബത്തേരിയിലെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ഫണ്ടെല്ലാം ഒഴുകി വന്നിട്ടുള്ളത് ഐ സി ബാലകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ്. അത് സംബന്ധിച്ചെല്ലാം ചില കാര്യങ്ങൾ ഐ സി ബാലകൃഷ്ണൻ വിളിച്ചു പറയുമെന്ന് വന്നപ്പോഴാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സുരേഷ് വളരെ സുരേഷിലേക്ക് ചാടി പുറപ്പെട്ട് സുരേഷ് തുടരുക.